ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ വർഷത്തെ വിഷു കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 അതായത് 2024 ഏപ്രിൽ മാസം 13 ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭന നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് ആണ് മേടം രാശിയിലേക്ക് രവി സംക്രമണം. ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്ന ആ സമയമാണ് ഞാൻ പറഞ്ഞത്. പിറ്റേ ദിവസം ഏപ്രിൽ മാസം 14 വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഈ ആദിത്യൻ അങ്ങോട്ട് മേടം രാശിയിലേക്ക് പകരുന്ന ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികരമാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾക്കും നഷ്ടങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം വരികയും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം, അതായത് ഒരു കൈനീട്ടം അല്ലെങ്കിൽ ഒരു 1-ാം തീയതി കയറിയാൽ അതിൻ്റെ ഒരു ഫലം ആ ഒരു മാസം മുഴുവൻ നിലനിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് വിഷുഫലത്തിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ദൈവാധീനം, ഭാഗ്യം, അത് ഒരു വർഷത്തേന് ഈ ചതയം നക്ഷത്രക്കാർക്കുണ്ടാവും. ഇതുവരെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി പോകുന്നതിനും നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനുമൊക്കെയുള്ള യോഗം ഉണ്ടാവും. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായാലും പുതിയൊരു കോഴ്സ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കോ തൊഴിലധിഷ്ഠിതമായ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഒക്കെ ഈ വർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് ശ്രേയസ്കരമാണ്. വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ചിത്തിര നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനായിട്ട് സാധിക്കും. വിഷു എന്ന് പറയുമ്പോൾ ഒരു കാർഷിക വിളയുടെ ഒരു ഉത്സവം കൂടിയാണ്. ഈ വർഷത്തെ വിഷുഫലം നല്ല കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യത്തിന് മഴ ലഭിക്കുകയും മഞ്ഞുകാലം ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ വർഷം. വിഷുവിന് ശേഷം ഒരു വർഷത്തെ അതുമൂലം നല്ല രീതിയിലുള്ള കൃഷി രീതികൾ നടക്കുകയും നല്ല ആദായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. കർഷകരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുക, വിളവ് ലഭിക്കുക, വിളവിന് നല്ല ഉൽപ്പന്നം, നല്ല വില ലഭിക്കുക. കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യവിളകൾ മാത്രമല്ല, നാണ്യവിളകൾക്കും നല്ല ഒരു വർഷമാണ്. നല്ല വിളവ് ലഭിക്കും, നാണ്യവിളകൾക്കും നല്ല വില ലഭിക്കുന്ന ഒരു വർഷം. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് നടക്കുവാൻ ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ മുടങ്ങിപ്പോയിരുന്നവർക്ക്, യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കും. അതുപോലെ ദൈവാധീനമുള്ള ഒരു സമയമാണ് വിഷുവിന് ശേഷം വന്നു ചേരും. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളികൾക്കായാലും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അനവധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തൊഴിലാളികൾക്കും പണിക്കാർക്കും നടത്തിപ്പുകാർക്കും ഒക്കെ ലാഭങ്ങൾ വന്നു ചേരും. അത് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, വലിയ വൻകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർ, ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിഷുവിന് ശേഷം അഭിവൃദ്ധികരമായ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കായാലും മറ്റ് രീതിയിലുള്ള തൊഴിൽ ചെയ്യുക, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നിർമ്മിച്ചു കൊടുക്കുക, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുക,
വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവർ, ഹോട്ടലുകളായാലും മറ്റ് ടിൻ ഫുഡുകളൊക്കെ വിതരണം ചെയ്യുന്ന കമ്പനികളായാലും, അങ്ങനെ നോക്കുമ്പോൾ നാനാ രീതിയിലുള്ള ബിസിനസ്സുകൾക്കൊക്കെ, വ്യവസായങ്ങൾക്കൊക്കെ, ഉൽപാദന രംഗങ്ങൾക്കൊക്കെ ഒരു ഉയർച്ച, അഭിവൃദ്ധി വന്നു ചേർന്ന് നല്ല വിജയങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹമൊക്കെ ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഒരു വാഹനം വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു വർഷമാണ് വരുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഗൃഹം ഈ ചിത്തിര നക്ഷത്രക്കാർ പുതുക്കി പണിയുകയോ ഏതെങ്കിലും തരത്തിൽ ഒരു വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ ഉള്ള യോഗമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, പ്രത്യേകിച്ച് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും, അതുപോലെ തന്നെ വസ്ത്ര ആഭരണാദികളും ഗൃഹോപകരണങ്ങളുമൊക്കെ വന്നു ചേരുന്നതിനും ചിത്തിര നക്ഷത്രക്കാർക്ക് യോഗമുള്ള ഒരു വർഷമാണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകളൊക്കെ യഥാശക്തി അനുസരിച്ച് ചെയ്യുക. നാഗരാജാവിന് വഴിപാടുകൾ ചെയ്യുക, ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ക്ലേശങ്ങളിൽ നിന്ന് ചിത്തിര നക്ഷത്രക്കാർ മുക്തരാകുന്നതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.